ഈ ചർച്ചയിൽ നിന്ന് എനിക്കിപ്പോൾ മനസ്സിലായത് ഇവരുടെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം രണ്ട് സൈഡിൽ നിന്നും ഒരുപോലെ സ്ഥലം അതാണ് പ്രശ്നം. വേണ്ട സ്ഥലം. അപ്പോൾ അതിനെ സോൾവ് ചെയ്യാനായിട്ട് ഈ അലൈൻമെൻറ്റിൻ്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇത് വരച്ചതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കുക മാത്രമേ സൊല്യൂഷനുള്ളൂ. നാഷണൽ ഹൈവേ എന്ന് പറയുന്നത് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിൽ കൂടി പോകുന്നതാണ് നാഷണൽ ഹൈവേ. അപ്പം നാഷണൽ ഹൈവേ അതോറിറ്റി നമ്മൾക്ക് അതിൻ്റെ ഫണ്ട്സ് തരണമെങ്കിൽ അവരുടെ നോംസിൽ ഒരു 80% നമ്മൾ പാലിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അവർ എല്ലാ പെട്രോൾ പമ്പിലും സർവീസിനുള്ള സംവിധാനം കൊടുക്കണം. എല്ലാ പെട്രോൾ പമ്പുകളിലും ഇന്ന ഫെസിലിറ്റീസ് വേണം, റെസ്റ്റ് അല്ലെങ്കിൽ അതിനുള്ള ഫെസിലിറ്റീസ് പെട്രോൾ പമ്പുകളിൽ വേണം, ഇത്ര സ്ഥലം വേണം, ഇങ്ങനെ നോംസൊക്കെ വെച്ചേക്കുന്നത്. അപ്പോൾ ആ നോംസ് നമ്മൾ കുറച്ചെങ്കിലും പാലിച്ചാലേ അവർ അവരുടെ ഫണ്ട്സ് തന്ന് നമ്മുടെ നാഷണൽ ഹൈവേ വികസിപ്പിക്കത്തുള്ളൂ. ഒരു കാര്യം. രണ്ടാമത് കരമന കളിയിക്കാവിള മീഡിയൻ വേണമെന്ന് പറയുന്നത് മോണോറെയിൽ പോകാൻ മാത്രമല്ല, 3 മീറ്റർ. ഇന്നത്തെ വാഹനങ്ങളുടെ ഒരു പഴയ മാരുതി കാറല്ല, വലിയ വാഹനമാണ്. നമ്മൾക്കൊന്ന് ആലോചിച്ച് നോക്കാം. കേരളത്തിലെ അർബനൈസേഷൻ എന്ന് പറയുന്ന ഒരു ടോട്ടലായിട്ടൊരു അർബൻ പോലെയാണ് കേരളത്തിലെ സിറ്റുവേഷൻ. അപ്പോൾ ഓരോ 50 മീറ്ററിലും നമുക്കൊരു മീഡിയൻ കട്ടിങ് ഉണ്ട്, ഒരു യു ടേൺ വേണം. ശരിയല്ല ഞാൻ പറയുന്നത്? എല്ലാ 50 മീറ്ററിലും ഒരു സൈഡിൽ നിന്ന് റോഡ് വന്ന് ചാടുകയാണ്. അപ്പോൾ ഈ ഓരോ 50 മീറ്ററിലും നമുക്ക് എല്ലാവർക്കും യു ടേൺ എടുക്കണം. ഇത് എനിക്ക് എടുക്കേണ്ട, പക്ഷെ നിങ്ങളുടെയൊക്കെ ആവശ്യമാണ്. അപ്പോൾ ഈ യു ടേൺ എടുക്കുമ്പോൾ 2 വരിയുള്ള ഒരു പാതയിൽ ഈ യു ടേണിന് ഒരു കാർ വന്ന് തിരിഞ്ഞു നിൽക്കാനുള്ള സ്ഥലം വേണ്ട. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? 1.2 മീറ്റർ മീഡിയനെ ഉള്ളെങ്കിൽ ഇപ്പോൾ ഉള്ള എല്ലാവരും വലിയ കാറിലാണ് പോകുന്നത്. മാരുതിയൊക്കെ ഇപ്പോൾ പോയി 60% ഇപ്പോൾ എല്ലാവരും വലിയ വെഹിക്കിളാണ്, SUVs ആണ് പോകുന്നത്. ഇത് വന്ന് യു ടേൺ എടുക്കാനായിട്ട് തിരിഞ്ഞു നിൽക്കുമ്പോൾ പുറകിലുള്ള വാഹനങ്ങൾ നിന്ന് കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ലൈനിൻ്റെ സർവീസ് കംപ്ലീറ്റ് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് മീഡിയൻ, അല്ലാതെ മോണോറെയിൽ പോകാൻ മാത്രമല്ല. രണ്ടാമത് ഈ മീഡിയനിൽ പൂച്ചട്ടി വെക്കുന്ന വേറൊരു കാര്യം കൂടെ ഉണ്ട്. നാഷണൽ ഹൈവേ ഉദ്ദേശിക്കുന്നത് സ്പീഡിൽ പോകാനായിട്ടും ആണ്. അപ്പോൾ ഈ സ്പീഡിൽ നടുക്ക് മീഡിയൻ ഇല്ലെങ്കിൽ രാത്രികാലങ്ങളിൽ വരുന്ന ഈ വാഹനങ്ങളുടെ ഹൈ ബീം നമ്മുടെ കണ്ണിലടിച്ച് എതിരെ വരുന്ന വാഹനങ്ങൾ അപകടം ഉണ്ടാക്കാൻ വലിയ സാധ്യതയാണ്. ഈ 3 മീറ്റർ മീഡിയൻ ഉണ്ടെങ്കിൽ ഈ ഹൈ ബീം നിങ്ങൾ തന്നെ പറയുന്നതല്ലേ, എതിരെ വന്ന് വണ്ടിയുടെ ലൈറ്റ് കാരണമാണ് രാത്രിയിൽ ഓടിക്കുന്ന ഈ സ്പീഡ്. പിന്നെ രണ്ടാമത്തെ കാര്യം പിന്നെ ഈ സൈഡ് റോഡ് കൊടുക്കുന്ന 3.5 മീറ്ററാണ്. 2 ലൈനിന് 7.5 മീറ്റർ വേണം. 4 ലൈൻ ആയാൽ മാത്രം മതി. 7 മീറ്റർ വീതമുള്ള 2 അങ്ങനെയാണ് സ്റ്റാൻഡേർഡ്സിൽ പറയുന്നത്. 2 ലൈൻ മാത്രമേ ഉള്ളെങ്കിൽ 7.5 മീറ്റർ തന്നെ കാരിയേജ് വേ വേണം. പിന്നെ ഈ 4 ലൈൻ റോഡിൽ സ്പീഡിൽ പോകാനാണ് ഉദ്ദേശിക്കുന്നത്, 70 കിലോമീറ്റർ എങ്കിലും സ്പീഡിൽ പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സൈഡ് റോഡ് കൊടുത്തില്ലെങ്കിലുള്ള ഉദ്ദേശം, ഇപ്പോൾ തന്നെ ഈ പട്ടം കേശവാസപുരം നോക്കിയാൽ മതി. നമ്മൾ 4 ലൈൻ കൊടുത്തു, 18-20 മീറ്ററേ ഉള്ളൂ വീതി ആ ഭാഗത്ത്. ഇപ്പോൾ എന്താ സംഭവിച്ചേക്കുന്നത്? എല്ലാ വാഹനങ്ങളും കൊണ്ട് സൈഡിൽ പാർക്ക് ചെയ്ത് ഇപ്പോഴും 2 ലൈൻ്റെ ഇഫക്റ്റ് അതിന് കിട്ടുന്നുള്ളൂ. നമ്മൾ ഈ കേരളത്തിലെ ഒരു പ്രത്യേക സ്ഥിതി, ധാരാളം സൈഡ് റോഡുകൾ വന്ന് ഷൂട്ട് ചെയ്ത് റോഡിലേക്ക് കയറുകയാണ്. അപ്പോൾ ഈ ഭാഗത്ത് റോഡുകൾ മറ്റു റോഡിലേക്ക്, മെയിൻ റോഡിലേക്ക് വന്ന് കയറുകയാണ്. അപ്പോൾ ഇവിടെ ഒരു സൈഡ് റോഡ് ഉണ്ടെങ്കിൽ വരുന്ന വാഹനം അപകടം ഇല്ലാതെ ഈ സൈഡ് റോഡിൽ കൂടെ കയറി മെയിൻ റോഡിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. ഈ നോംസ് ഗോവയിൽ ബാധകമല്ലേ? അവിടെ 30.5 മീറ്റേഴ്സിൽ 4 ലൈൻ എല്ലാം ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടെ എന്താ നാഷണൽ ഹൈവേക്ക് വേറെ ആരുടെയെങ്കിലും ആണോ? അതിന് ഇന്ത്യ ഗവൺമെന്റ്, അത് സ്റ്റേറ്റ് ഗവൺമെന്റ് പാക്കേജ്. എന്തുകൊണ്ടാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് മാറി? കേരളത്തിൽ 1 കിലോമീറ്ററിനകത്ത് ഏറ്റവും കുറഞ്ഞൊരു 10 റോഡെങ്കിലും നമ്മുടെ ഹൈവേയിൽ വന്ന് കയറുന്നുണ്ട്. ഇത് പൂർണ്ണമായിട്ടും ബ്ലോക്ക് ചെയ്യപ്പെടും. ദാറ്റ് ഈസ് വൺ. നോ, ഇറ്റ് ഈസ് ഫാക്ട്. അരൂർ മുതൽ ചേർത്തല വരെ റോഡിൽ 4 വരി പാതയുണ്ട്. വെറും 14 മീറ്റർ റോഡും 1 മീറ്റർ ഡിവൈഡറും 15 മീറ്റർ. അവിടെ ബാലൻസ് കിടപ്പുണ്ട്. അവിടെ എത്രയെന്നറിയാം? 15.5 മീറ്റർ ബാലൻസ് കിടപ്പുണ്ട്. 80-ൽ കമ്പ്യൂട്ടർ വന്നപ്പോൾ കേരളത്തിലെ എല്ലാ സർക്കാർ ഓഫീസിന് മുന്നിലും ഇവിടുത്തെ യുവാക്കളുടെ പണി പോകുന്നു പറഞ്ഞു. ഇന്ന് എൻ്റെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും കയ്യിൽ മിനി കമ്പ്യൂട്ടർ ഉണ്ട്, മൊബൈൽ. എന്ന് പറഞ്ഞതുപോലെ നേവിയുടെ എയർപോർട്ട് എറണാകുളത്തുള്ളപ്പോൾ എന്തിനാണ് പുതിയ എയർപോർട്ട് എന്നായിരുന്നു ചോദ്യം. അതിൻ്റെ ഫസ്റ്റ് ഫേസും കഴിഞ്ഞ് സെക്കൻഡ് ഫേസ് കൊണ്ട് പറ്റുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ തേർഡ് ഫേസ് പണിതുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ കേരളത്തിൽ ഇപ്പോൾ 1 കിലോമീറ്ററിൽ 1300 വണ്ടികൾ, എല്ലാ വണ്ടികളും കൂടെ റോഡിൽ വന്നാൽ 1300 വണ്ടികൾ കിടക്കും. ഒന്നുകിൽ നമ്മൾ തീരുമാനമെടുക്കണം, കേരളത്തിൽ ഇനി പുതിയ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ പാടില്ല. ഇന്നത്തെ നിലയിൽ കേരളത്തിൽ 6 വരി പാത നാഷണൽ ഹൈവേയിൽ വരേണ്ട കാലം ഇവർക്ക് ഒരു നല്ല പാക്കേജ് കൊടുക്കാനുള്ള ശ്രമമല്ലേ സർക്കാരിന്റെ ഭാഗത്തുനിന്ന്? അല്ല, അതിനകത്ത് ഇന്ത്യൻ റെയിൽവേ ചെയ്തിരിക്കുന്ന ഈ അടുത്ത കാലത്ത് എടുത്തൊരു തീരുമാനം വളരെ സ്വാഗതാർഹമാണ്. ഇന്ത്യൻ റെയിൽവേ എടുത്തിരിക്കുന്ന തീരുമാനം എന്ന് പറയുന്നത്
ഭൂമി വിട്ടുകൊടുക്കുന്ന ആളുകൾക്ക് അവരെല്ലാ വർഷവും UPSCയിൽ നിന്ന് റെയിൽവേയിലോട്ട് ജീവനക്കാരെ എടുക്കും. അത് 3000 പേരല്ലേ 4000 പേരെ എടുക്കുന്നതെങ്കിൽ അതിൽ ഈ ഭൂമി വിട്ടുകൊടുത്ത ഓരോ കുടുംബത്തിൽ നിന്നും ഓരോരുത്തർക്ക് അവരുടെ വിദ്യാഭ്യാസ വലിയൊരു പാക്കേജ് ആണെങ്കിൽ നിങ്ങൾ കൊടുക്കുമോ ഭൂമി? ജനങ്ങളെ വിശ്വാസം എടുത്തുകൊണ്ട് ജനങ്ങൾക്ക് നല്ല രീതിയിലുള്ള പാക്കേജ് ആണെങ്കിൽ അങ്ങനെ ആയതുകൊണ്ടാണല്ലോ ഇവരൊക്കെ നേരത്തെ ഭൂമി വിട്ടുകൊടുത്ത ആൾക്കാരാണ്. അപ്പൊ പാക്കേജ് നടപ്പാക്കാത്തതുകൊണ്ട് നേരത്തെ തന്നെ സാർ പറഞ്ഞ് മൂലമ്പള്ളി എന്ന് പറയുന്നത് ഒരു കറുത്ത അധ്യായമായിട്ട് അവശേഷിക്കണമെന്ന് പറഞ്ഞു. ആ മൂലമ്പള്ളിയിൽ നിന്ന് ഒഴിപ്പിക്കുന്നവരെ പുനരധിവസിപ്പിക്കാനായിട്ട് എടുത്ത സ്ഥലത്ത് മേഡം ഇപ്പൊ ഞാനിവിടെ ഇരിക്കാൻ മേഡം പോയി നോക്കിയിട്ട് പറഞ്ഞാൽ മതി, നോർത്ത് റെയിൽവേ സ്റ്റേഷന്റെ ഇടിച്ചിട്ട വേസ്റ്റ് മണ്ണ് കൊണ്ട് തട്ടേണം. അപ്പൊ പാവപ്പെട്ടവരുടെ ജനങ്ങളുടെ സ്ഥലം എടുത്താണോ ഇത് ചെയ്യേണ്ടത്? ഇതാണ് പ്രശ്നം. മുൻ ചരിത്രങ്ങൾ എങ്ങനെയാണ് ധൈര്യപൂർവ്വം ഭൂമി വിട്ടുകൊടുക്കാൻ കഴിയുക? പാക്കേജുകൾക്ക് സംഭവിച്ചിരിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ കിട്ടിയത് ഈ രീതിയിലാണ്. ഇതുകൊണ്ടാണ് ഇനി ഇങ്ങോട്ടുള്ള വികസനം നടക്കാത്തത്. അത് ഈ നിബന്ധനകളും സ്പെസിഫിക്കേഷൻസുകളും എല്ലാം സുതാര്യമാക്കണം. ഇപ്പോൾ ഇത് IRC സ്പെസിഫിക്കേഷൻ്റെ ബേസിസിലാണ് റോഡ് വിഡ്ത്ത്, റോഡ് പണികളെല്ലാം നടക്കുന്നത്. അത് കുറെ കൂടി ട്രാൻസ്പെറൻസി ആയിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് ഭരണയന്ത്രങ്ങൾ ശ്രമിക്കേണ്ടത്. ഒന്ന്. രണ്ടാമത്, ഈ പാക്കേജിനെ പറ്റി വ്യക്തമായ ധാരണ ഉണ്ടാകണം. എല്ലാ വില്ലേജ് ഓഫീസുകളിലും പഞ്ചായത്ത് ഓഫീസുകളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും എല്ലാം റോഡിന് സ്ഥലം കൊടുത്താൽ ഇന്നതിനായിരിക്കും ഗുണം, ഇന്നതിനേക്കായി ദോഷം. ഈ രീതി നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിന് മാത്രം പ്രശ്നം കൊണ്ടാണോ ഇതിങ്ങനെ നീണ്ടുപോകാൻ കാരണം? അല്ല, ഉപേന്ദ്രനാരായണൻ പറഞ്ഞതിനോട് ഞാൻ ഒന്നുകൂടെ കൂട്ടിച്ചേർക്കട്ടെ. ഇപ്പം ശബരി റെയിൽവേ പാത അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ട് ഞാൻ പറയാം, കരിങ്കുന്നം പ്രദേശത്ത് 86 കുടുംബങ്ങളുടെ ഭൂമിയായിരുന്നു എടുക്കാനായിട്ട് റെയിൽവേ തീരുമാനിച്ചത്. അവിടെ ആക്ഷൻ കൗൺസിൽ ഉണ്ടായി ഭൂമി ഏറ്റെടുക്കുന്നതിനെതിരെ വലിയ പ്രക്ഷോഭം നടന്നു. പക്ഷേ അവിടുത്തെ ഒരു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്, ഇപ്പോൾ അദ്ദേഹത്തിന് 82 വയസ്സുണ്ട്, അദ്ദേഹം പോയി വിവരാവകാശപ്രകാരം എടുത്തു എത്ര രൂപ ഈ ഭൂമിക്ക് കൊടുക്കും എന്നുള്ളതിനെക്കുറിച്ച്. അപ്പോൾ കരഭൂമിക്ക് 2008 കൊടുത്തിരിക്കുന്നത് 2.25 ലക്ഷം രൂപ വരെയും വയലുകൾക്ക് 1.25 ലക്ഷം രൂപ വരെയും. അതുപോലെ തന്നെ ഈ റെയിൽവേയിൽ ജോലി കിട്ടും എന്നുള്ള ഇതും കൂടെ ബോധ്യപ്പെടുത്തിയപ്പം അവിടെ 74 കുടുംബങ്ങൾ അവരുടെ സറണ്ടർ ഫോം ഒപ്പിട്ട് ഈ രാഷ്ട്രീയ നേതാവിൻ്റെ കയ്യിൽ കൊടുത്തു. അപ്പം അതിന്റെ കാരണം ദേശീയപാത കാര്യത്തിൽ കുടിയൊഴിപ്പിക്കപ്പെടുന്നവരുടെ വ്യക്തമായ കണക്ക് ഇതുവരെ സംസ്ഥാന സർക്കാരിനില്ല. രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പ്രശ്നമാണോ ഇതെല്ലാം? ഒന്ന് കുടിയൊഴിപ്പിക്കപ്പെടുന്നവരുടെ കണക്ക് ആദ്യം പറഞ്ഞ 11,000 പേരെന്നാണ്. രണ്ടാമത് അത് 55,000 ആയി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിന്നെ പറഞ്ഞ് 1 ലക്ഷം പേരെന്ന് പറഞ്ഞു. ആ 1 ലക്ഷം പേര് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ കണക്ക് വ്യക്തമായ കണക്കെടുത്തപ്പോൾ 4 ലക്ഷം പേരെ കുടിയൊഴിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ 4 ലക്ഷം പേരുടെ കുടുംബാംഗങ്ങളിലാണ്ട് 20 ലക്ഷത്തോളം ആളുകൾ കുടിയൊഴിപ്പിക്കപ്പെടുകയാണ്.